വയനാട്ടിൽ നിന്നും തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച നരഭോജി കടുവയ്ക്ക് ഇന്ന് ശസ്ത്രക്രിയ നടത്തും. വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്കാണ് ശസ്ത്രക്രിയ. 1.5 മാസത്തിലധികം ക്വാറന്റൈനിൽ നിർത്തിയ ശേഷമേ കടുവയെ ഇനി കൂട്ടിലേക്ക് തുറന്നുവിടൂ. കടുവയുടെ മുഖത്തുള്ള മുറിവ് ആഴമേറിയതാണെന്ന് പരിശോധനയിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. വനത്തിനുള്ളിൽ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതാകാം മുറിവ് എന്നാണ് നിഗമനം. 8 സെന്റിമീറ്ററോളം മുറിവിന് ആഴമുണ്ടെന്നാണ് വിലയിരുത്തൽ. വെറ്ററിനറി സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്കാണ് ശസ്ത്രക്രിയ. ഇതിനായി കടുവയെ മയക്കുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകിയിട്ടുണ്ട്. 13 വയസ്സ് പ്രായമുള്ള കടുവയ്ക്ക് പരിക്കിനെ തുടർന്ന് ശാരീരികാവശതയും കടുത്ത വേദനയും ഉണ്ടെന്നാണ് ഡോക്ടർമാരും സുവോളജിക്കൽ പാർക്ക് അധികൃതരും പറയുന്നത്. വയനാട്ടിൽ പിടിയിലായ കടുവയെ ചൊവ്വാഴ്ച രാവിലെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിച്ചത്. 40 മുതൽ 60 ദിവസം വരെ കടുവയെ സുവോളജിക്കൽ പാർക്കിൽ ക്വാറന്റൈനിൽ നിർത്തുമെന്നാണ് സൂചന. WWL 45 എന്ന നരഭോജി കടുവ കൂടാതെ നെയ്യാറിൽ നിന്നും എത്തിച്ച വൈഗ, ദുർഗ എന്നീ 2 കടുവകൾ കൂടി പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.